വിശുദ്ധ കുർബാനയ്ക്കിടെ പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റുകാർ വെടിവെച്ച് കൊലപ്പെടുത്തിയ യുവ വൈദികൻ ഡോൺ സ്റ്റാനിസ്ലോസ് കോസ്ക സ്ട്രീച്ചിനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി. പോളണ്ടിലെ പോസ്നാനിലെ കത്തീഡ്രൽ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ ലയോ 14 പാപ്പായെ പ്രതിനിധാനം ചെയ്ത് വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫെക്ട് കർദിനാൾ മാർസെല്ലോ സെമേരാരോ മുഖ്യ കാർമ്മികനായി. പോസ്നാനിലെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് ബിഗ്നിവ് സീലിൻസ്കി, ആർച്ച് ബിഷപ്പ് എമറിറ്റസ് സ്റ്റാനിസ്ലാവ് ഗഡേക്കി, ക്രാക്കോവിലെ ആർച്ച് ബിഷപ്പ് എമറിറ്റസ് കർദിനാൾ സ്റ്റാനിസ്ലാവ് ഡിസീവിസ്, പോളിഷ് ബിഷപ്സ് കോൺഫറൻസിന്റെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് തദ്യൂസ് വോജ്ഡ, പോളിഷ് സഭയുടെ അധ്യക്ഷൻ മോൺസിഞ്ഞോർ വോയ്സിക് പോളക്, ക്രാക്കോവിലെ മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് മാരക് ജെഡ്രാസെവ്സ്കി എന്നിവർ വിശുദ്ധ കുർബാനയിൽ സഹകാർമ്മികരായി. 1902 ഓഗസ്റ്റ് 27 ബൈഡ്ഗോർസിലാണ് അദ്ദേഹത്തിന്റെ ജനനം. ഇൻഷുറൻസ് കമ്പനി ജീവനക്കാരനായ ഫ്രാൻസിസക് സ്ട്രീച്ചും വ്ളാഡിസ്ലാവ ബിർസിൻസ്കയുമായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ. സ്താനിസ്ലാവ് കോസ്ക സ്ട്രെയ്ഹ് സെമിനാരിയിൽ ചേർന്ന് 1925 ജൂൺ 6 പൗരോഹിത്യം സ്വീകരിച്ചു. തുടർന്നുള്ള വർഷങ്ങളിൽ അദ്ദേഹം വിവിധ ഇടവകകളിൽ സേവനം ചെയ്യുകയും സെമിനാരിയിൽ പഠിപ്പിക്കുകയും ചെയ്തു. 1933 ലുബോൺ മുനിസിപ്പാലിറ്റിയിലെ സബിക്കോവ ഗ്രാമത്തിൽ അദ്ദേഹം ഇടവക വികാരിയായി നിയമിതനായി. ഗ്രാമത്തിൽ പള്ളി ഉണ്ടായിരുന്നില്ല. പള്ളി പണിയുന്നതിനായി ദീർഘമായി നടത്തിയ ഇടപെടലുകൾക്ക് ശേഷം 1935 ലുബോണിൽ പള്ളിയുടെ നിർമ്മാണം ആരംഭിക്കാൻ തീരുമാനിച്ചു. വിശുദ്ധ ജോൺ ബോസ്കോയുടെ നാമത്തിൽ പുതിയ ഇടവക സ്ഥാപിക്കപ്പെട്ടു. ഇടവക ജീവിതം, സമൂഹ ജീവിതം, വിവിധ കത്തോലിക്ക അസോസിയേഷനുകൾ എന്നിവ പുതുതായി സംഘടിപ്പിച്ചും ഇടവക കൂട്ടായ്മ വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചും അദ്ദേഹം ശുശ്രൂഷ തുടർന്നു. കുട്ടികളുടെയും യുവജനങ്ങളുടെയും അജപാലനത്തിൽ സവിശേഷ ശ്രദ്ധ പതിച്ച അദ്ദേഹം തൊഴിലാളികളെയും തൊഴിൽ രഹിതരെയും ആവശ്യത്തിലിരിക്കുന്ന കുടുംബങ്ങളെയും സഹായിക്കുന്നതിന് ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആധിപത്യ വിരുദ്ധമാണെന്ന ചിന്ത ചിലരെ പ്രകോപിതരാക്കി. പ്രാദേശിക കമ്മ്യൂണിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ തീവ്രമായ സാമൂഹിക പ്രവർത്തനത്തെ വെറുത്തു. കമ്മ്യൂണിസ്റ്റുകാരുടെ നിലനിൽപ്പിന് വലിയ വെല്ലുവിളിയായി അദ്ദേഹം മാറി. 1937 നിരവധി തവണ അദ്ദേഹത്തിന് വധഭീഷണിയുള്ള അജ്ഞാത കത്തുകൾ ലഭിച്ചു. ഏപ്രിലിൽ ദേവാലയത്തിന് നേരെ ആക്രമണമുണ്ടായി. സക്രാരിയും മറ്റും നശിപ്പിക്കപ്പെട്ടു. വധഭീഷണിയും ദേവാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും തുടർക്കഥയായി. 1938 ഫെബ്രുവരി 27 രാവിലെ 9:30 ഡോൺ സ്ട്രീച്ച് പതിവ് പോലെ കുമ്പസാരക്കൂട്ടിൽ പ്രവേശിച്ച് വിശ്വാസികൾക്ക് അനുരഞ്ജന കൂദാശ നൽകി. രാവിലെ 10 മണിക്ക് വിശുദ്ധ കുർബാന അർപ്പണം ആരംഭിച്ചു. സുവിശേഷം വായിക്കാൻ പീഠത്തിനടുത്തെത്തിയപ്പോൾ കൈ ഉയർത്തിപ്പിടിച്ച് ഒരാൾ ജനക്കൂട്ടത്തിൽ നിന്ന് പുറത്തുവന്ന് അദ്ദേഹത്തിന്റെ തലയിൽ 2 തവണ വെടിവെക്കുകയായിരുന്നു. ആദ്യ വെടിയുണ്ട വലത് കണ്ണിന് താഴെ കയറി, തലയോട്ടി തകർന്ന് തലച്ചോറിൽ തുളച്ചു കയറി. രണ്ടാമത്തെ വെടിയുണ്ട സുവിശേഷ പുസ്തകത്തിൽ തുളച്ചു കയറി. വൈദികൻ വലതുവശത്തേക്ക് പിന്നിലേക്ക് വീണു. അക്രമി അദ്ദേഹത്തിന്റെ പിന്നിൽ 2 തവണ കൂടി വെടിവെച്ചു. തൽക്ഷണം മരിച്ചു. തങ്ങൾക്ക് താങ്ങും തണലുമായി നിന്ന വൈദികൻ ക്രൂരമായി കൊലപ്പെട്ടപ്പോൾ വിറയലോടെ നിൽക്കാനേ വിശ്വാസികൾക്ക് കഴിഞ്ഞുള്ളൂ. 2017 ജനുവരി 26 പോസ്നാൻ അതിരൂപതയിൽ നാമകരണ നടപടിക്ക് തുടക്കമായി. 2019 ഏപ്രിൽ 26 രേഖകൾ വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള തിരുസംഘത്തിന് സമർപ്പിക്കുകയായിരുന്നു. 2024 മെയ് 23 ഡോൺ സ്റ്റാനിസ്ലോസിനെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുവാൻ നാമകരണ ഡിക്കാസ്ട്രിക്ക് ഫ്രാൻസിസ് പാപ്പ അനുവാദം നൽകുകയായിരുന്നു.